ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തേർഡ് സ്റ്റാൻഡേർഡിലെ EVSൻ്റെ 4th ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പേഴ്സണൽ ഹൈജീനെക്കുറിച്ചും എൻവയോൺമെൻറ്റ് ഹൈജീനെക്കുറിച്ചും ഒക്കെ പറഞ്ഞായിരുന്നു. പിന്നെ മൊസ്കിറ്റോ പരത്തുന്ന രോഗങ്ങൾ, റാറ്റ് പരത്തുന്ന രോഗങ്ങൾ, ഹൗസ് ഫ്ലൈ പരത്തുന്ന രോഗങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. നോക്കാം നമുക്ക് ഇന്നത്തേത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏതാണ് ചാപ്റ്റർ? ദ പവർ ഓഫ് ക്ലീൻ ലൈൻസ്, വൃത്തി നൽകും ശക്തി. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ, ജലത്തിലൂടെ രോഗം പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന്. There are chances to catch diseases through the dirty water stored in our surroundings and the unclean water that we drink. അപ്പോൾ പരിസര പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെ, ശുദ്ധമല്ലാത്ത കുടിവെള്ളത്തിലൂടെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അതെന്തൊക്കെ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്? ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് ആൻഡ് അതർ ഡിസീസസ് ആർ സ്പ്രെഡ് ത്രൂ വാട്ടർ. വാട്ടർ വഴി ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. ഏതൊക്കെയാണ്? വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് എന്നിവ. ഏതിലൂടെ? വെള്ളത്തിലൂടെ വരുന്ന രോഗങ്ങൾ, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇതൊക്കെ. ഏതൊക്കെ? ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് ആൻഡ് അതർ ഡിസീസസ്. വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ വി ടേക്ക് ദ പ്രിവെൻറ്റ് ദീസ് ഡിസീസസ്? ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാൻ കഴിയും? എന്തെല്ലാം എടുക്കാം? ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. എന്തോന്നാണ്? കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. കണ്ടക്ട് ക്ലോറിനേഷൻ ഓഫ് വാട്ടർ സോഴ്സസ്, ക്ലോറിനേഷൻ നടത്തിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. കീപ് വെൽസ് ആൻഡ് അതർ വാട്ടർ സോഴ്സസ് ക്ലീൻ ആൻഡ് പ്രിവെൻറ്റ് കണ്ടമിനേഷൻ ഫ്രം വേസ്റ്റ് വാട്ടർ ആൻഡ് ഗാർബേജ്. ജലസ്രോതസ്സുകളിൽ മലിന വസ്തുക്കൾ, മലിനജലം എന്നിവ വീഴാതെ സംരക്ഷിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അതുപോലുള്ള രോഗങ്ങൾ, വെള്ളത്തിലൂടെ വരുന്ന രോഗങ്ങൾ ഉണ്ടാകാതെ നമുക്ക് നോക്കാൻ കഴിയും, ഇല്ലേ? അടുത്ത് നോക്കിക്കോ. എന്തോന്നാണ്? ട്രീറ്റ്മെൻറ്റ് ത്രൂ ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ്, പാനീയ ചികിത്സ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വയറിളക്ക രോഗങ്ങൾ വരികയാണെങ്കിൽ എന്തോന്നാണ്? ഡിസെൻട്രി. വാട്ടർ കണ്ടന്റ് ഇൻ അവർ ബോഡി ഈസ് ലോസ്റ്റ് വെൻ വി ഗെറ്റ് ഡിസെൻട്രി. വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നു. ദ വാട്ടർ കണ്ടന്റ് ഷുഡ് ബി റീസ്റ്റോർഡ് ഇൻ ദ ബോഡി. പേഷ്യൻസ് ക്യാൻ ബി ഗിവൺ ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരീരത്തിന് നഷ്ടപ്പെട്ട ജലാംശം തിരികെ നൽകണം. അതിനായിട്ട് എന്തൊക്കെ ചെയ്യണം? സാൾട്ടഡ് റൈസ് വാട്ടർ, ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കണം. ലൈം ജ്യൂസ് വിത്ത് സാൾട്ട് ആൻഡ് ഷുഗർ ആഡഡ്, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങ വെള്ളം. സാൾട്ടഡ് ബട്ടർ മിൽക്ക്, ഉപ്പിട്ട സംഭാരം. പിന്നെ കോക്കനട്ട് വാട്ടർ, കരിക്കിൻ വെള്ളം. ഇതൊക്കെ കുടിച്ച് നമ്മളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ജലാംശം വീണ്ടെടുക്കണം. ഓക്കെ. ഏതൊക്കെ? ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം. The ORS obtained from the public health center should be mixed in boiled and cooled water and given frequently. പിന്നെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ അവരെന്തോന്ന് തരും? ORS ലൈനി, തിളപ്പിച്ചാറിയ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും വേണം. ORS ലൈനി തരും, അല്ലേ? ഒരു പൊടി, അത് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറയും. ഓക്കെ. അടുത്തത് എന്താണ്? മൈ സ്കൂൾ ക്ലീൻ സ്കൂൾ, എൻ്റെ വിദ്യാലയം ശുചിത്വ വിദ്യാലയം. ഇതാ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ക്ലീനിങ് ആയിട്ടുള്ള ഒരു സ്കൂളിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് എ സ്പെഷ്യൽ അബൌട്ട് ദി സ്കൂൾ? ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നത് അവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണെങ്കിൽ ശരി ടിക്ക് ചെയ്യുക, തെറ്റാണെങ്കിൽ ഇൻറ്റു ഇടുക. ഇൻ അവർ സ്കൂൾ ക്ലീൻ ആൻഡ് നീറ്റ്, നിങ്ങളുടെ വിദ്യാലയം ഇതുപോലെ വൃത്തിയുള്ളതാണോ അതും ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്കൂൾ സറൗണ്ടിങ്സ് വേസ്റ്റ് ഈസ് നോട്ട്
പൈൽഡ് അപ്പ് ചപ്പുചവറുകൾ കൂടിക്കിടക്കുന്നില്ല. ശരിയാണ്. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ് വെള്ളം കെട്ടിക്കിടക്കുന്നില്ല. അത് ശരിയാണ്. പിന്നെന്തോന്നാണ്? നോ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ല. ബിൻസ് ഫോർ സോർട്ടിംഗ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റ് മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കാനുള്ള മാലിന്യക്കൂടുകൾ ഉണ്ട്. അത് ഉണ്ട്. അതവിടെ നമുക്ക് അടുത്തങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അടുത്തെന്തോന്നാണ്? ഇനി ക്ലാസ് റൂമിൽ there are no cobwebs വേസ്റ്റ് മാറാല ചപ്പുചവറുകൾ എന്നിവ ഇല്ല. അടുത്ത് ലേണിംഗ് ടൂൾസ് ലൈക്ക് ചാർട്ട്സ് ആൻഡ് അതർ ആർ നോട്ട് ഡസ്റ്റി ചാർട്ടുകൾ പോലുള്ള പഠനോപകരണങ്ങൾ പൊടി പിടിച്ചതല്ല. there are bins ഫോർ സോർട്ടിംഗ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റ് മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള മാലിന്യ കൂടാരങ്ങളുണ്ട്. അത് ശരിയാണ്. അടുത്തിനി കിച്ചൺ പാചകപ്പുര കാര്യം പറയുകയാണെങ്കിൽ ദ യൂട്ടൻസിൽസ് ആർ ക്ലീൻ പാത്രങ്ങൾ വൃത്തിയുള്ളതാണ്. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ് മലിനജലം കെട്ടിക്കിടക്കുന്നില്ല. ഫുഡ് വേസ്റ്റ് ഈസ് നോട്ട് സ്കാറ്റേഡ് അറൗണ്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നില്ല. പിന്നെന്താണ്? അടുത്ത സ്കൂൾ യൂറിനാൽ ആൻഡ് ടോയ്ലറ്റ് മൂത്രപ്പുരയും കക്കൂസും ഒക്കെ നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ വൃത്തിയുള്ളതാണ്. there is sufficient വാട്ടർ ആവശ്യത്തിന് വെള്ളം ലഭ്യമാണ്. എല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്കൂളിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ സ്കൂളും ക്ലീൻ ആണോ എന്ന് നോക്കാനാണ്. വാട്ട് അതർ ആസ്പെക്ട്സ് ക്യാൻ ബി ആഡഡ് ഇനി ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വിദ്യാലയത്തിലെ മറ്റു സ്ഥലങ്ങളായ മൈതാനം കൈകഴുകുന്ന ഇടങ്ങൾ ഉദ്യാനം എന്നിവ നിരീക്ഷിക്കുക എന്നിട്ട് അത് പട്ടികയിൽ ചേർക്കാനാണ് പറഞ്ഞത്. ഇതുപോലെ നിങ്ങളുടെ സ്കൂളിലെ ഒരു രേഖാചിത്രം തയ്യാറാക്കി മാലിന്യമുള്ള സ്ഥലങ്ങൾ മാലിന്യമുള്ള സ്ഥലങ്ങൾ ചുവപ്പ് നിറത്തിലും കുറഞ്ഞ മാലിന്യമുള്ള സ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലും വൃത്തിയുള്ള സ്ഥലങ്ങൾ പച്ച നിറത്തിലും രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ അതുപോലെ എന്തെങ്കിലും വൃത്തികേടായിട്ട് ചപ്പുചവറുകൾ കിടക്കുകയാണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്കും കൂടാം. അതുപോലെ ചപ്പുചവറുകളൊന്നും വലിച്ചെറിയാതിരിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ. മാലിന്യങ്ങളെ തരംതിരിക്കുക. സ്കൂൾ മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് വേണ്ടി കൂടുകൾ വച്ചിട്ടുണ്ട്. നോക്കൂ, യു ഹാവ് ബീൻ സീൻ ഫോർ സോർട്ടിംഗ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റ് ഇൻ സ്കൂൾ. ഇതാ ഇവിടുത്തെ പിക്ചറിൽ കാണാൻ പറ്റും. ഏതൊക്കെയാണ്? അജൈവ മാലിന്യം, ജൈവ മാലിന്യം, അപകടകരമായ മാലിന്യം. ഇതാ കൊടുത്തിരിക്കുന്ന എന്താ? ഇൻഓർഗാനിക് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ്, പിന്നെന്തോന്നാണ്? ഹസാർഡസ് വേസ്റ്റ്. അപ്പോൾ അങ്ങനെ 3 ബോക്സ് വച്ചിട്ടുണ്ട്. എല്ലാ മാലിന്യങ്ങളും ഒരു പാത്രത്തിൽ ഇട്ടാൽ പോരെ? വൈ കാൺ ബി കളക്ട് ആൾ ദ വേസ്റ്റ് ഇൻ ദ സിംഗിൾ ബിൻ? ഓരോന്നിൽ തിരിച്ചിടേണ്ട കാര്യം എന്തൊന്നും എല്ലാം കൂടെ ഒന്നിലിട്ടാൽ പോരെ? എന്തുകൊണ്ടായിരിക്കും എല്ലാ മാലിന്യങ്ങളും ഒരുമിച്ച് ഇടാത്തത്? അതിനുള്ള ആൻസർ ഇനി താഴോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 3 ബോക്സ് വെച്ചിട്ടുണ്ടല്ലോ, ആ 3 ബോക്സിലും തരംതിരിച്ചിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഗാനിക് വേസ്റ്റ് ജൈവ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട് പീൽസ്, ലീവ്സ്, ബ്രാഞ്ചസ്, പേപ്പർ, കാർഡ്ബോർഡ്, ആനിമൽ വേസ്റ്റ് ആൻഡ് അതർ ബയോഡിഗ്രേഡബിൾ ഹൗസ് ഹോൾഡ് വേസ്റ്റ്. അതായത് പഴം, പച്ചക്കറി, മത്സ്യം, മാംസം എന്നിവയുടെ അവശിഷ്ടങ്ങൾ, കോട്ടൺ തുണി, ചപ്പുചവറുകൾ, ചാണകം, വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ, മുട്ടത്തോട്, തടിക്കഷ്ണങ്ങൾ, കാർഡ്ബോർഡ് മുതലായവ. അതായത് മണ്ണിലോട് ചേർന്ന് എല്ലാം ജൈവ മാലിന്യങ്ങളിൽ വരുന്നതാണ്. അടുത്ത് ഇൻഓർഗാനിക് വേസ്റ്റ്. ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ അലിയാത്ത സംഭവങ്ങൾ. ഏതൊക്കെ? പ്ലാസ്റ്റിക് ബോട്ടിൽ, അതൊക്കെ എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ മണ്ണിൽ കിടക്കും ഇല്ലേ? പ്ലാസ്റ്റിക് കപ്സ്, ടൈൽസ്, ബാഗ്സ്, ഗ്ലാസ് പീസസ്, മെറ്റൽ സ്ക്രാപ്സ്, അലുമിനിയം ക്യാൻസ്, തെർമോക്കോൾ ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ്. ഏതൊക്കെ? പ്ലാസ്റ്റിക് വസ്തുക്കൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ടയർ, ബാഗുകൾ, ചെരുപ്പ്, തെർമോക്കോൾ, പിന്നെ റെക്സിൻ, പോളിസ്റ്റർ തുണി. ഇതൊന്നും മണ്ണുമായിട്ടൊന്നും അധികം ചേരാത്തതാണ്. അതൊക്കെ അജൈവ മാലിന്യങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്ത 3-മത്തേത് ഹസാർഡസ് വേസ്റ്റ് അപകടകരമായ മാലിന്യങ്ങൾ. ഏതൊക്കെ? ബാറ്ററീസ്, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, കെമിക്കൽ കണ്ടെയ്നേഴ്സ്, മെഡിക്കൽ വേസ്റ്റ്, പെയിൻറ്റ്സ്, തിന്നേഴ്സ്, എക്സ്പയർഡ് മെഡിസിൻസ് ആൻഡ് ടോക്സിക് സബ്സ്റ്റൻസസ്.
ഏതൊക്കെ ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ? ബൾബുകൾ, ഉപയോഗശൂന്യമായ മരുന്നുകൾ, ഉപയോഗശൂന്യമായ കീടനാശിനികൾ, ഉപയോഗശൂന്യമായ പെയിന്റ്. ഇതൊക്കെ മണ്ണുമായിട്ട് ചേരുമ്പോഴത്തേക്ക് പല അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ മാലിന്യങ്ങളെ 3 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ഒന്നുകൂടെ പറയാം. എന്തോന്നാണ്? ഇൻഓർഗാനിക് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്. ഏതൊക്കെ? അജൈവ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ, അപകടകരമായ മാലിന്യങ്ങൾ. ഓക്കെ, അതത്രയും ക്ലിയർ ആയ? അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. There is waste that decomposes in soil and waste that does not. Waste that decomposes like food waste, vegetable, etc. are called organic waste. അപ്പോൾ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണുമായിട്ട് ചേരുന്ന വേസ്റ്റുകളാണ് ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഡീകമ്പോസ് ലൈക്ക് പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് ആർ കാൾഡ് ഇൻഓർഗാനിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് പോലുള്ള ഡീകമ്പോസ് ആവാത്ത വേസ്റ്റുകളെ ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നു. ഇലക്ട്രോണിക് വേസ്റ്റുകളെല്ലാം ഹസാർഡസ് വേസ്റ്റിൽ വരുന്നതാണ്. മണ്ണിൽ അഴുകിച്ചേരുന്നതും അല്ലാത്തതുമായ മാലിന്യങ്ങളുണ്ട്. ഭക്ഷണത്തിൻ്റെയും പച്ചക്കറികളുടെയും അവശിഷ്ടങ്ങൾ പോലുള്ള അഴുകുന്ന വസ്തുക്കൾ ജൈവ മാലിന്യങ്ങൾ എന്നും പ്ലാസ്റ്റിക് പോലുള്ള അഴുകാത്ത വസ്തുക്കൾ അജൈവ മാലിന്യങ്ങൾ എന്നും പറയുന്നു. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ മരുന്നുകൾ, ബൾബുകൾ അവയൊക്കെ അപകടകരമായ മാലിന്യങ്ങളിൽ പെട്ടതാണ്. ഇത് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കൺവെർട്ടിംഗ് ഫുഡ് വേസ്റ്റ് ഇൻ ടു മാനുവർ. വാട്ട് ക്യാൻ വി ഡു ദ ഫുഡ് വേസ്റ്റ് ഇൻ അവർ ഹോം ഓർ സ്കൂൾ? വീട്ടിലും സ്കൂളിലും ഉണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? താഴോട്ട് അതിൻ്റെ ആൻസർ വരുന്നുണ്ട്. ഇതാണ് ബയോബിൻ. നമുക്ക് ഈ അവശിഷ്ടങ്ങളെയൊക്കെ എന്തോന്ന് ചെയ്യാം? പാചകവാതകങ്ങളാക്കി മാറ്റാൻ കഴിയും. അതാണ് അടുത്ത് പറയുന്നത്. കമ്പോസ്റ്റ് പിറ്റ്, കമ്പോസ്റ്റ് കുഴി. നോക്ക്. ഡെപ്പോസിറ്റ് ഓർഗാനിക് വേസ്റ്റ് സച്ച് ആസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ് ആൻഡ് ഫുഡ് ക്രാബ്സ് ഇൻ എ പിറ്റ് ആൻഡ് ഓവർ ഇറ്റ് വിത്ത് സോയിൽ. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി കൺവെർട്ടഡ് ഇൻ ടു മാനുവർ ഇൻ 3 or 4 months ടൈം. അപ്പോഴേ ഇവ എന്തോന്നാണ്? കമ്പോസ്റ്റ് ആക്കി മാറ്റാം, വളമാക്കി മാറ്റാം. എങ്ങനെ ആക്കാം? ഇതെല്ലാം ഒരു കുഴിയിലോട്ട് പഴം, പച്ചക്കറി, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവവസ്തുക്കൾ കുഴിയിൽ നിക്ഷേപിക്കുകയും മണ്ണിട്ട് മൂടുകയും ചെയ്യുക. ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് അതെന്തോന്നായിട്ട് വളമായി മാറും. വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ടു മാനേജ് കിച്ചൺ വേസ്റ്റ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ? നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഉപയോഗിക്കുന്ന രീതി എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി എഴുതാനാണ്. നമുക്ക് അതിൽ നിന്ന് ഗ്യാസൊക്കെ ഈ വേസ്റ്റിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഡു നോട്ട് ത്രോ പ്ലാസ്റ്റിക്, ഡു നോട്ട് ബേൺ ഇറ്റ്. പ്ലാസ്റ്റിക് വലിച്ചെറിയരുതേ, കത്തിക്കരുത്. എന്താണ്? പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പഠിച്ചത് മറന്നു. ഹേ കം ഓൺ, ഡോണ്ട് യു റിമെമ്പർ വാട്ട് വി ലേൺഡ്? വി കാൺ ത്രോ പ്ലാസ്റ്റിക് ലൈക്ക് ദാറ്റ്. നമ്മൾ പ്ലാസ്റ്റിക് ഇതുപോലെ വലിച്ചെറിയാൻ പാടില്ല. നമ്മളാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും പ്ലാസ്റ്റിക് കുപ്പികളോ അതുപോലെ പ്ലാസ്റ്റിക് കവറുകളോ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വലിച്ചെറിയാതെ സൂക്ഷിച്ച് എവിടെയെങ്കിലും, ഇപ്പോൾ വീടുകളിൽ ഹരിതകർമ്മസേനക്കാർ വരണുണ്ട് അല്ലേ, അവരിതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ തിരിച്ച് എടുത്തിട്ട് പോകുന്നുണ്ട്. അവരെ ഏൽപ്പിക്കുക. അത് കത്തിക്കാനോ പിന്നെ വലിച്ചെറിയാനോ പോകരുത്. അവർ അതിൻ്റെതായ രീതിയിൽ അതിനെ സംസ്കരിച്ചോളും. ഓക്കെ, അടുത്ത് നോക്ക്. വൈ ഡു വി സേ ദാറ്റ് വി കാൺ ത്രോ എവേ പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ്? എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് വലിച്ചെറിയരുതെന്ന് പറയുന്നത്? ഇതിന് ആൻസർ അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ ചേർത്ത് അതിന് താഴെ കൊടുത്തിട്ടുണ്ട്. നോക്ക്. വാട്ട് ഡു യു ഫൈൻഡ് ദ പിക്ചർ? വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക്? ഇവിടെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണ്. അപ്പോൾ അത് എന്താണ് അങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറയുന്നതിന് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും കൂടെ ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട്? വൈ ഡു വി സേ ദാറ്റ് വി കാൺ ത്രോ ഓർ ബേൺ എവേ പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ്? ഒത്തിരി കാരണങ്ങളുണ്ട്. നോക്കൂ. ഇതിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ വിഘടിക്കുകയോ മണ്ണിൽ അലിഞ്ഞു ചേരുകയോ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാരണം അത് പറയാം. എന്താണ്? പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലോട്ട് വലിച്ചെറിഞ്ഞാൽ അത് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ കിടക്കും. മണ്ണിൻ്റെ ഘടനയെ തന്നെ അതില്ലാതാക്കും. പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഡു നോട്ട് ഡീകമ്പോസ് ഓർ ഡിസോൾവ് ഇൻ സോയിൽ. ഒന്നാമത്തത്.
അടുത്ത് പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിൽ കിടന്നാൽ ജലം മണ്ണിലേക്ക് ഇറങ്ങില്ല. ഇൻ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആർ ലെഫ്റ്റ് ഓൺ ഗ്രൗണ്ട് ദ വാട്ടർ വിൽ നോട്ട് ഗോ ഡൗൺ ദ ഗ്രൗണ്ട്. മൂന്നാമത്തത് സസ്യങ്ങളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങില്ല. ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ഡു നോട്ട് ഗ്രോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ. നാലാമത്തെ മണ്ണിര പോലെ മണ്ണിൽ വസിക്കുന്ന ജീവികൾക്ക് വായു ലഭിക്കില്ല. ഓർഗാനിസം ലിവിങ് ഇൻ സോയിൽ ലൈക്ക് എർത്ത്വാംസ് കനോട്ട് ഗെറ്റ് എയർ. അഞ്ചാമത്തത് ജലാശയങ്ങൾ മലിനമാകുന്നു. വാട്ടർ ബോഡീസ് ഗെറ്റ് പൊല്യൂട്ടഡ്. അതെന്തോന്ന് കാരണമാകുന്നു? പെരിഷിംഗ് ദ അക്വാട്ടിക് ലൈഫ്, ജലജീവികൾക്ക് നാശം സംഭവിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലോട്ട് വലിച്ചെറിഞ്ഞാൽ, മണ്ണിലെന്നല്ല ജലത്തിലോട്ട്, ഇപ്പം വാട്ടർ ബോഡീസ്, ഇപ്പോൾ കുളത്തിലോട്ടായാലും എവിടെയായാലും പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാൽ അത് അവിടെയുള്ള ജീവജാലങ്ങളെ ദോഷകരമായി ബാധിക്കും. ഓക്കെ, ഇനി ഇതിൽ കുറേ പോസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ലെറ്റ്സ് ബി ഗുഡ് ഫ്രണ്ട്സ് വിത്ത് ഹൈജീനെ കുറിച്ചുള്ള ഹെൽത്ത് ഈസ് വെൽത്ത്. മാലിന്യം നിക്ഷേപിക്കരുത്, അത് രോഗങ്ങൾ വിളിച്ചു വരുത്തും. മലിനജലം മരണജലം. നമുക്ക് വേണ്ടത് മാലിന്യമുക്ത ഗ്രാമം. കൊതുകിനെ നശിപ്പിക്കൂ, നാടിനെ സംരക്ഷിക്കൂ. ലെറ്റ് us join hands for a clean country. ഹൈജീൻ കീപ്സ് ഡിസീസസ് എവേ. ശുചിത്വം മഹത്വം. വൃത്തിശീലമാക്കൂ, രോഗം ഒഴിവാക്കൂ. വൃത്തിയുള്ള നാട് എൻ്റെ പരിസരം, വൃത്തിയുള്ള പരിസരം. അപ്പോൾ അങ്ങനെ കുറേ പോസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നോക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. പ്ലാസ്റ്റിക് ഹാസ് ബിക്കം ആൻ അൺഅവൈലബിൾ മെറ്റീരിയൽ ഇൻ അവർ ലൈഫ്സ്. പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ത്രോ എവേ ദ സറൗണ്ടിങ്സ് ഓർ ബേൺഡ് ഇറ്റ് ക്യാൻ കേസ് മെനി ഹെൽത്തി പ്രോബ്ലംസ്. ദേ യൂസ് ദ സിംഗിൾ യൂസ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഷുഡ് ബി മിനിമൈസ്ഡ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ത്രോൺ എവേ ഫ്രം ദ സറൗണ്ടിങ്സ് ബട്ട് ഷുഡ് ബി സ്റ്റോർഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ദ ഗാർബേജ് കളക്ഷൻസ് ഫോർ റീസൈക്ലിംഗ്. അപ്പോൾ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാവാത്ത ഒരു വസ്തുവാണ്. എന്നാൽ അവ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അത് ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്തേക്ക് വലിച്ചെറിയാതെ തരംതിരിച്ച് ഇവ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്നവർക്ക് കൈമാറണം. അങ്ങനെ നമുക്കതിൽ നിന്ന് ഒരു കുറേയെങ്കിലും മോചനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോഴൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഹരിതകർമ്മ സേനാക്കാർ വരുന്നത് കൊണ്ട് അവർ അത് തിരിച്ച് വേസ്റ്റുകൾ എടുത്തിട്ട് പോകും. ഓക്കെ, അടുത്ത് നമുക്കിതിൽ വരുന്നത് ലെറ്റേഴ്സസ് ആണ്. ലെറ്റേഴ്സസിൽ 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? സോർട്ട് ദ ഒബ്ജക്റ്റ് മെൻഷൻഡ് ബിലോ ആൻഡ് പുട്ട് ദം ഇൻ ദ അപ്രോപ്രിയേറ്റ് വേസ്റ്റ് ബിൻ. താഴെ പറയുന്ന വസ്തുക്കൾ തരം തിരിച്ച് യോജിച്ച മാലിന്യ കൂടകളിൽ എഴുതി ചേർക്കാനാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? PVC പൈപ്പ്, ബനാന, പെസ്റ്റിസൈഡ് ബോട്ടിൽസ്, പിന്നെന്തോ വെജിറ്റബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബൾബ്, ഫുഡ് വേസ്റ്റ്, മെഡിസിൻസ് ആൻഡ് പ്ലാസ്റ്റിക് കവേഴ്സ്. ഇതൊക്കെ PVC പൈപ്പ്, പഴം, കീടനാശിനി കുപ്പികൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പഴകിയ ബാറ്ററി, ഉപയോഗശൂന്യമായ ബൾബുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ. ഇത് നമുക്ക് രണ്ടല്ല 3ആയിട്ട് തിരിച്ച് തരം തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇൻഓർഗാനിക് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിനോട് ചേരുന്ന വേസ്റ്റുകളാണ് ഓർഗാനിക് വേസ്റ്റിൽ വരുന്നത്. ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണുമായിട്ട് ചേരാത്തവയാണ് ഇൻഓർഗാനിക് വേസ്റ്റിൽ വരുന്നത്. പിന്നെ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അത്രയും ദോഷകരമായിട്ടുള്ളവയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വരും? ഇൻഓർഗാനിക് വേസ്റ്റിൽ PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കവേഴ്സ്, ബൾബ് ഒക്കെ ഇൻഓർഗാനിക് വേസ്റ്റിലാണ് വരുന്നത്. ഏതൊക്കെ? PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, ബൾബുകൾ.
ഓർഗാനിക് വേസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? ജൈവ മാലിന്യങ്ങളിൽ വരുന്നത് ബനാന, വെജിറ്റബിൾ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്. പഴം, പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇതെല്ലാം ഏതില്? ജൈവ മാലിന്യത്തിൽ വരുന്നതാണ്. അടുത്ത് ഹസാർഡസ് വേസ്റ്റിൽ വരുന്നത് അപകടകരമായ മാലിന്യങ്ങളിൽ വരുന്നത് പെസ്റ്റിസൈഡ്സ്, ബോട്ടിൽസ്, മെഡിസിൻസ്. കീടനാശിനി കുപ്പികൾ, മരുന്നുകൾ. ബൾബ് വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താവും. അതിലും ഉൾപ്പെടുത്താം. രണ്ടിലും ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അജൈവ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ, അപകടകരമായ മാലിന്യങ്ങൾ. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.